ഓക്കെ കണ്ടോത്ത് സ്കൂളില് ഉച്ച മുതൽ തന്നെ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ വൈകുന്നേരം തടഞ്ഞു വെച്ച ആൾ തന്നെ ഉച്ചക്ക് മുമ്പേ പർദ്ദയിട്ട് വോട്ട് ചെയ്യാൻ വന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. ഇത് നേരത്തെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതാണ്. വ്യാജ ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കിക്കൊണ്ട് വ്യാപകമായി മണ്ഡലത്തിലാകെ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ CPMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ തന്നെ പരാതി നൽകിയതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ മറ്റധികാരികളുടെയോ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഞങ്ങൾ രാമന്തളി അതുപോലെ തന്നെ കരിവള്ളൂർ പെരളം പഞ്ചായത്തുകളിലും പയ്യന്നൂർ നഗരസഭയിലും രാവിലെ മുതൽ പര്യടനം ആരംഭിച്ചതാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോറോം ചില ബൂത്തുകളിൽ മാത്രമാണ് അതിലിനി പോകാൻ ബാക്കിയുള്ളത്. ഉച്ചവരെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വ്യാജ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ നിലയിലുള്ള കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത്. ഞങ്ങളിവിടെ വെള്ളൂരെത്തിയപ്പോൾ ഈ കണ്ടോത്ത് അതുപോലെ തന്നെ കാറമേല് വെള്ളൂർ ഹൈസ്കൂൾ ഇവിടങ്ങളിലെല്ലാം കള്ളവോട്ട് ചെയ്യുന്നതായി നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 77-ാം ബൂത്തിലെ വോട്ടറാണ്. എൻ്റെ തൊട്ടടുത്ത ബൂത്ത് 78-ൽ ഞാൻ അവിടെ സന്ദർശിക്കുമ്പോൾ ഒരു കള്ളവോട്ടറെ ചലഞ്ച് ചെയ്ത് നിർത്തുകയാണ് എൻ്റെ ഏജൻറ്റ് ചെയ്തത്. അങ്ങനെ ചലഞ്ച് ചെയ്ത് നിർത്തിയപ്പോൾ പുറമേ നിന്നുള്ള 4-5 ആളുകൾ ബൂത്തിനകത്ത് കയറി അവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്. ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ചു, എങ്ങനെയാണ് പുറത്ത് നിന്ന് ആളുകൾ ഈ ബൂത്തിനകത്ത് കയറി കുഴപ്പമുണ്ടാക്കുന്നത്? ഇവിടെ ഏജന്റ് ഉണ്ടല്ലോ. LDFന് ഒരു ഏജന്റ് മാത്രമല്ല, 2 ഏജന്റ് ഉണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഏജന്റ് കൂടി LDFൻ്റേതാണ്. അപ്പോൾ 2 ഏജന്റ് ഉണ്ട്. ആ ഏജന്റുമാർക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എങ്കിൽ ഉന്നയിക്കാം. പക്ഷെ അത് ഉന്നയിക്കുന്നതിന് പകരം പുറത്ത് നിന്ന് 4-5 ആളുകൾ ബൂത്തിനകത്ത് കടന്ന് അവിടെ കുഴപ്പമുണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ ബൂത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ചു, എങ്ങനെയാണ് പുറത്ത് നിന്ന് ആളുകൾ വരുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ ഒരു അക്ഷരം ഉരിയാടുന്നില്ല. അവിടെ നിന്ന് ഞാൻ മറ്റ് ബൂത്തുകളിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞു, ചലഞ്ച് ചെയ്ത വോട്ടെല്ലാം ഒരു പരിശോധനയും നടത്താതെ ഈ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണ്. 78-ാം ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണ്. ഞാൻ വീണ്ടും ആ ബൂത്തിനകത്ത് കയറി പ്രിസൈഡിംഗ് ഓഫീസറുമായി സംസാരിച്ചു. പക്ഷേ ഒരു മറുപടിയും അയാൾ നൽകാൻ തയ്യാറായില്ല എന്നതാണ്. ഇത് 78-ാം ബൂത്തിൻ്റെ മാത്രം അവസ്ഥയല്ല. ഇത് ഞങ്ങൾ പോയ വെള്ളൂർ കഴിഞ്ഞ് ഞങ്ങൾ കരിവള്ളൂരിലേക്കാണ് പോയത്. കരിവള്ളൂരിൽ പോയപ്പോൾ എല്ലാ ബൂത്തിലും ഉത്തരേന്ത്യൻ മോഡൽ വോട്ട് കുത്തിയിടുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ കണ്ടോത്ത് ഈ സഹകരണ ബാങ്ക് ജീവനക്കാരൻ്റെ ഭാര്യ 4-ാമത്തെ വോട്ടാണ് ഇവിടെ ചെയ്തത്. 4-ാമത്തെ വോട്ട് ചെയ്യുമ്പോഴാണ് പിടിക്കപ്പെട്ടത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ നിലയിലേക്ക് അവിടെ ഏജന്റ് ചോദ്യം ചെയ്തതാണ്. ചോദ്യം ചെയ്തിട്ടും അവിടെ തടഞ്ഞു വെച്ചിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ പോലീസിന് കൈമാറാനോ പോലീസിന് വിവരം അറിയിക്കാനോ തയ്യാറായില്ല. മറിച്ച് അവർക്ക് ഓടിപ്പോകാനുള്ള എല്ലാ അവസരവും പ്രിസൈഡിംഗ് ഓഫീസർ നൽകുകയാണ് ചെയ്തത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ LDFൻ്റെ നേതാക്കന്മാരും എല്ലാം ചേർന്ന്
വ്യാപകമായി കള്ളവോട്ട് ചെയ്ത് വിജയിക്കാൻ സാധിക്കുമോ എന്ന നിലയിലുള്ള ആലോചനയും അതിനനുസരിച്ചുള്ള നടപടികളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെ ഒരു ജനാധിപത്യം വേണമോ വേണ്ടയോ എന്നത് തന്നെ ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ജനാധിപത്യത്തിനൊരർത്ഥമില്ലേ? ജനാധിപത്യം എന്നത് ജനങ്ങളുടെ ആധിപത്യമല്ലേ? ഒരാൾ തന്നെ 4ഉം 5ഉം വോട്ട് ചെയ്യുന്നതാണോ ജനാധിപത്യം? അങ്ങനെ ജയിക്കുന്നതിൽ എന്ത് മാന്യതയാണ് അവകാശപ്പെടാനുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. തെളിവുകൾ ഇവിടെ തടഞ്ഞു വെച്ചതും ഓടിപ്പോയതും എല്ലാം ഇവിടെയുള്ള ആളുകൾ കണ്ടതല്ലേ. പിന്നെ അതിനപ്പുറം തെളിവുകൾ എന്ത്? പോലീസുകാർക്ക് അതിനുള്ളിൽ കയറണമെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ പറയണം. പ്രിസൈഡിംഗ് ഓഫീസർ പറയാതെ പോലീസിന് പോളിംഗ് സ്റ്റേഷനകത്ത് കയറാൻ സാധിക്കില്ല, കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കില്ല. പക്ഷെ പ്രിസൈഡിംഗ് ഓഫീസർ പരാതി നൽകാൻ തയ്യാറാകുന്നില്ല, പോലീസിനെ അറിയിക്കാൻ തയ്യാറാകുന്നില്ല. പോലീസിനെ അറിയിക്കാതെ പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പറയുന്നത് പരാജയം ഉറപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ കള്ളവോട്ട് ആരോപണവും ബൂത്തുപിടുത്ത ആരോപണവും ഒക്കെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതിനെന്താണ് മറുപടി? അല്ല, പരാജയം ആര് എന്ത് എന്നൊക്കെ നമുക്ക് കാണാം. എന്തായാലും 4 സ്ഥാനാർത്ഥികളുടെ ഒരാൾ മാത്രമേ ജയിക്കൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഭയത്തിലായിരുന്നു LDF എന്ന് തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ്. എൻ്റെ പ്രചരണങ്ങളെല്ലാം നശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. എന്നിട്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ജനങ്ങളിൽ വലിയ നിലയിൽ എനിക്ക് അനുകൂലമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുവെന്ന് അവർക്കും ബോധ്യമുണ്ട്, ഞങ്ങൾക്കും ബോധ്യമുണ്ട്. ആ ഭയാശങ്ക മൂലമാണ് ഈ നിലയിലുള്ള നിലപാടുകളുമായി LDF മുന്നോട്ട് പോകുന്നത് എന്നതാണ്. ആരെങ്കിലും ഒരാളിനെ ജയിക്കൂ, ബാക്കിയുള്ളവർ ജയിക്കൂല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആര് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. ആ ജനങ്ങൾ തീരുമാനിച്ച എന്ത് എന്നുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പ് എന്തിനു വേണ്ടിയാണ് ഈ നിലയിലുള്ള ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഒരാൾ തന്നെ 4ഉം 5ഉം തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്തെ ക്യാമറയിൽ അത് റെക്കോർഡ് ഉണ്ടാകും. താങ്കൾക്ക് പരിശോധിക്കാൻ അനുമതിക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ അപേക്ഷ ഞങ്ങൾ നൽകുന്നതാണ്. ചിലപ്പോൾ ഇന്ന് തന്നെ, അതല്ലെങ്കിൽ നാളെ തന്നെ അതിനു വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുന്നതാണ്. ഈ പറഞ്ഞ ബൂത്തുകളിലടക്കമല്ല എല്ലാ ബൂത്തുകളും.